ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എന്നെനിക്കറിയാം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കായിരിക്കും. ഒരു ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് നേരെ നമുക്ക് കഥ കേൾക്കാൻ വേണ്ടി പോയാലോ. വൈഗ IPS അധ്യായം 21, നോവൽ തുടർച്ച. ആകട്ടെ, നീ ഇപ്പം എന്തിനാടാ വിളിച്ചത്? അത് പറയ്. വെറുതെ യെസ്, വെറും വെറുതെ. നിൻ്റെ ശബ്ദം ഒന്ന് കേൾക്കണം തോന്നിയപ്പോഴേ വിളിച്ചു. കേട്ടു, ദാറ്റ്സ് ഓൾ. അക്കുട്ടാ, എനിക്ക് നിന്നെ ഇപ്പോൾ ഒന്ന് കാണണം തോന്നടാ. ആ വിളിയിലെ പ്രണയാതുര്യവും നൊമ്പരവും കാർത്തിക് വൈഖയെ ഒന്ന് തൊട്ടു ചേർന്ന് നിന്നു. വൈഖ അത് അറിഞ്ഞില്ല. അവളുടെ നെറ്റി ചുളിഞ്ഞു. കോള് തീർന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ദയ ആ രാത്രി 10:30 ശേഷം റിസോർട്ടിലായിരുന്നില്ല, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലായിരുന്നു. കാർത്തിക് പറഞ്ഞു. പക്ഷെ 2 തവണ കേട്ടതും ഒരേ ശബ്ദം, ഒരേ ശൈലി, ഒരേ ആൾ, ഒരു വ്യത്യാസമില്ല. പക്ഷെ അതങ്ങനെ വൈകിക്ക് തല പുകഞ്ഞു. മാഡം കൂടുതൽ ആലോചിക്കണ്ട, അഖിൽ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ഇതുപോലെ തല പുകഞ്ഞു. കൺഫ്യൂഷൻ തീർക്കാൻ ഞാനൊന്ന് 3ാമതൊരാളെ കൂടി വിളിച്ചു. ആരെ? പ്രൊഫസർ പത്മ കുര്യനെ തന്നെ. അഖിൽ തുറന്നു. പ്രൊഫസറുടെ നമ്പർ മുമ്പെന്നോ ദയ തന്നിരുന്നത് ഞാൻ ഫീഡ് ചെയ്തിരുന്നത് ഉപകരിച്ചു. ഞാൻ അവരെ വിളിച്ചു. എന്നെ സ്വയം പരിചയപ്പെടുത്തി. മാഡം, ഐ ആം അഖിൽ, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് ഹൗസ് സർജനാണ്. ദയാ സത്യദാസിൻ്റെ കസിനാണ്. എന്താ വേണ്ടത്? പത്മ കുര്യൻ സൗമ്യമായ സ്വരത്തിൽ ചോദിച്ചു. ഒരു അത്യാവശ്യ കാര്യമായി ദയയെ അറിയിക്കാനുണ്ടായിരുന്നു. ഹോസ്റ്റൽ വിളിച്ചപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി എന്ന് അറിഞ്ഞു. മൊബൈൽ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മാഡത്തിനെ വിളിച്ചത്. ഞാനിപ്പോൾ വീട്ടിലാണ്. അതേ സൗമ്യ സ്വരം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഒരു സീരിയസ് ഡെലിവറി കേസ് ഉണ്ടായിരുന്നു. ദയ ഹോസ്പിറ്റലുണ്ട്. മൊബൈലിൽ കിട്ടുന്നില്ലെങ്കിൽ കൂടെയുള്ള നിഷയെ വിളിച്ചോളൂ. നമ്പർ തരാം. ഇരുവരും പുലരും വരെ ഹോസ്പിറ്റലുണ്ടാവും. നിഷയുടെ നമ്പർ എനിക്കറിയാം മാഡം. ദെൻ ഓക്കെ. പത്മ മാഡത്തിനെ വിളിച്ചതോടെ ഞാൻ 100% ഉറപ്പിച്ചു ദയ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് റിസോർട്ടിൽ നിന്നും കേട്ട ദയയുടെ ശബ്ദം വരുൺ മാനിപ്പുലേറ്റ് ചെയ്തതാണല്ലേ? വൈഗ ചോദിച്ചു. നിന്നെ തെറ്റിദ്ധരിപ്പിക്കുക, അത് തന്നെയായിരുന്നു അവൻ്റെ ഉദ്ദേശം. അതെ, ഏതോ മിമിക്രി ആർട്ടിസ്റ്റിന് അവൻ പണം വാരിക്കോരി നൽകിയിട്ടുണ്ട്. കൂടെ നടന്നുകൊണ്ടവൻ ദയയുടെ ശബ്ദം റെക്കോർഡ് ചെയ്തു. അതിലെ ഓരോ വാക്കിൻ്റെയും അക്ഷരങ്ങളുടെയും പ്രത്യേക ഫ്രീക്വൻസി ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വിദഗ്ധമായി ഇമിറ്റേറ്റ് ചെയ്തു. ദയയുടെ വീട്ടിലെ മുഴുവൻ ഡീറ്റെയിൽസും അറിയാവുന്ന വരുൺ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അഖിൽ നിശ്ചലനായി നിന്നു. ആരും വീണുപോകുമായിരുന്ന അവൻ്റെ ആ ക്രിമിനൽ ബുദ്ധിയും തട്ടിപ്പും നീ പൊളിച്ചെടുക്കിയല്ലേ? അതെ, അഖിൽ പറഞ്ഞു. പക്ഷേ അത് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അത് അവനും അറിയണം. അതും ദയയുടെ മുമ്പിൽ വെച്ച് തന്നെ. ഇരുവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് നമ്മളിപ്പോൾ കേട്ട സൗണ്ട് ക്ലിപ്സ് കേൾപ്പിക്കണം. എന്നിട്ട് അവൻ്റെ 2 കർണവും അടിച്ചു പൊളിക്കണം. മേലിൽ ഒരു പെണ്ണിനോടും അവൻ ഇത്തരം ഒരു കടുങ്കൈ ചെയ്യരുത്. അതെൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. അതിനുവേണ്ടിയാണോ നീ നാട്ടിലേക്ക് പോകുന്നത്? അതെ. ആലപ്പുഴയ്ക്ക് തിരിച്ചെത്തി പിന്നെ എങ്ങനെ കോട്ടയത്ത് അമ്പാടിയിലെത്തി? അഖിൽ ദീർഘമായെന്ന് നിശ്വസിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട നിമിഷം അതായിരുന്നു. അവൻ തുടർന്നു. ഞാൻ പോരാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ദയയുടെ വിളി. ഭീതി കലർന്ന കരച്ചിലോടെ. അഖി, കരച്ചിലിൻ്റെ വിളി തന്നെ. ദയ, എന്താടാ? വാട്ട് ഹാപ്പൻഡ്? പറയ്. ഞാൻ അമ്പരന്നു. അക്കൂട്ടാ, ദയ കരച്ചിൽ നിർത്തിയില്ല. നീ എന്നെ തല്ലിച്ചതച്ചോ? എന്നാലും എന്നോട് ദേഷ്യപ്പെടില്ലടാ. എന്നെ ഉപേക്ഷിച്ച് പോകല്ലേ. പറയാം, ഞാനെല്ലാം പറയാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം. സത്യം ചെയ്യണം. എന്നെ വെറുക്കില്ലെന്ന്, എന്നെ വിട്ടുപോകില്ലെന്ന്. വാക്ക്, സത്യം. അവളുടെ വെപ്രാളം അധികരിച്ചപ്പോൾ ഞാൻ വാക്ക് പറഞ്ഞു, സത്യം ചെയ്തു. അക്കേട്ടാ, അവൻ പൊട്ടിക്കരഞ്ഞു. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുവാടാ. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് നിൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് കുറേ നേരം അങ്ങനെ നിൽക്കാൻ തോന്നുക. ദയ, നീ കാര്യമൊന്ന് പറയും. ഗൗരവമായ എന്തോ ഒന്ന് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. അവളുടെ അടുത്തേക്ക് പറന്നെത്തണമെന്നും അവളെ ഒന്നാകെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർക്കണമെന്നും എനിക്ക് തോന്നി. നീ എന്നോട് ദേഷ്യപ്പെട്ട അവൾ വീണ്ടും പറഞ്ഞു. നീ എന്നെ തള്ളിപ്പറഞ്ഞ തീർച്ച ഞാൻ മരിക്കും. ഒരു കത്തി കൊണ്ട് ഞാൻ നിന്നെ കുത്തി മരിക്കും. സത്യം. നീ കാര്യം പറയ പെണ്ണെ. ഞാൻ ശരിക്കും അരിശപ്പെട്ടു.
അവൾ പറഞ്ഞു. വരുണിനെക്കുറിച്ച്. വരുൺ അതുവരെ കളിച്ച വൃത്തികെട്ട കളിയൊന്നും അവൾ അറിഞ്ഞിട്ടേയില്ല. അവൾക്കില്ലാതെ പോയ സഹോദരനെ പോലെ വരുണിനെ അവൾ സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷെ വരുണിന് വേണ്ടത് സഹോദരിയായിരുന്നില്ല, ഒരു പ്രണയിനിയെ, സ്വന്തമാക്കാൻ കൊതിച്ച ഒരു പെണ്ണിനെ. അത് നടക്കില്ലെന്നറിഞ്ഞപ്പോൾ അവളെ കാണാൻ വന്ന ജെയ്സൺ എന്ന പയ്യനെ പ്രതികാരത്തോടെ കൊല്ലാൻ ശ്രമിച്ചത്. എല്ലാം പുറത്തായപ്പോൾ സഹപാഠികൾക്കിടയിൽ അവൾ പരിഹാസിയായത്. എല്ലാം അവൾ പറഞ്ഞു. ഇല്ലാത്ത സഹോദരന്മാരെ ഉണ്ടാക്കാനുള്ള അവളുടെ അനാവശ്യമായ പരക്കം പാച്ചിൽ വരുത്തിയ വിന, അവളുടെ യാചന, അവൾക്ക് കൊടുത്ത സത്യവുമൊക്കെ ഞാൻ മറന്നു. അവൾക്ക് വേണ്ടി വരുൺ എന്ന വൃത്തികെട്ടവൻ നടത്തിയ കളി കൂടി ഓർത്തപ്പോൾ നിയന്ത്രണം വിട്ട് ഞാൻ ചീറി. കണ്ടവൻ്റെയൊക്കെ കൂടെ നടക്കുന്നു, കണ്ടവൻ്റെയൊക്കെ വീട്ടിൽ പോയി താമസിക്കുന്നു, സഹോദരനെ ഉണ്ടാക്കാൻ. ഛേ, ഞാൻ ഷൗട്ട് ചെയ്തു. ഞാൻ വരില്ലടി നിന്നെ ഇനി കാണാൻ. എനിക്ക് നിന്നെ വേണ്ട. ഇവിടെ എൻ്റെ കൂടെ തന്നെ സൂപ്പർ ചാമിങ് ഗേൾസ് ഉണ്ട്. നിന്നേക്കാൾ 100 മടങ്ങ് ഭേദം. ഞാനൊന്ന് ഞൊടിച്ചാൽ മതി, 100 വരും, 100. കാണണോടി നിനക്ക്. അത്രയും പറഞ്ഞിട്ട് അഖിൽ ശക്തമായി നിന്ന് കിതച്ചു. ദൈന്യമായ ഒരു കരച്ചിൽ പോലെ ആ കിതപ്പ് പരിണമിച്ചു. ഞാനങ്ങനെ പറയരുതായിരുന്നു. അതുകൊണ്ട് അത് സഹിക്കാനാവാതെ അവൻ വിക്കി. യു മീൻ? വൈക വിരൽ ചൂണ്ടി നെറ്റി ചുളിച്ചു. ദയ സ്വയം കുത്തിമരിച്ചു എന്നാണോ? എന്ന് വെച്ചാൽ ഒരു ആത്മഹത്യ? അതെ, അതെ മാഡം, അവൾ ആത്മഹത്യ ചെയ്താണ്. ഞാൻ കാരണം, ഞാനാണ് കാരണം. വിലങ്ങിട്ട കയ്യുയർത്തി അഖിൽ മുഖം പൊത്തിക്കരഞ്ഞു. അധ്യായം 47. കൊള്ളാം. വൈക പെട്ടെന്ന് ഉറക്കെ ചിരിച്ചു. അതൊരു പരിഹസിക്കലായിരുന്നു, അവളുടെ ചിരി. അതും ആ അനവസരത്തിൽ മുറിയിലുള്ള എല്ലാവരും അവളെ തന്നെ തുറച്ചു നോക്കി. ദയ ആത്മഹത്യ ചെയ്തെന്ന് വൈക ചിരിക്കുന്നതിനിടയിൽ തന്നെ പറഞ്ഞു. എത്ര സമർത്ഥമായിട്ട് നീ ഒരു കഥ പറഞ്ഞു അല്ലേ? കഥയുടെ അവസാനം ഞാനതങ്ങനെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് നിൻ്റെ കയ്യിൽ വിലങ്ങഴിക്കും, പിന്നെ നിരൂപാധികം തുറന്നുവിടും. അങ്ങനെ കരുതിയോ നീ? അഖിൽ ശബ്ദിച്ചില്ല. വൈക ചിരി നിർത്തി. അവൾ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പിന്നെ അവളെ റേപ്പ് ചെയ്തത് ആരാടാ? അത് അഖിൽ വാക്കുകൾക്കായി തപ്പി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവളുടെ നെഞ്ചിൽ കത്തി കൊണ്ടുള്ള മുറിവേറ്റിരിക്കുന്നത് രാത്രി 2:30-ക്ക് ശേഷമാണ്. അതിനും എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് അവൾ സ്ലീപ്പിംഗ് പിൽസ് ചേർന്ന പാല് കൂടി കഴിച്ചിരുന്നു. ഉറക്കമരുന്ന് ചേർത്ത പാലിൻ്റെ ശക്തിയിൽ ഉറങ്ങിപ്പോയ ഒരാൾക്ക് സ്വയം കുത്തിച്ചാകാനുള്ള ശക്തിയൊന്നും ഉണ്ടാവില്ലെന്ന് ഒരു ഡോക്ടറായ നിനക്ക് ഞാൻ പറഞ്ഞു തരണോടാ. അഖിൽ വിളറി. വരുൺ ദേവ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിൻ്റെ കഥയിലെ ആദ്യ ഭാഗം ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് കേൾക്കേണ്ടത് അതിന് ശേഷമുള്ള കഥയാണ്. വൈകിയുടെ നോട്ടം കൂർത്തു, ശബ്ദം കനത്തു. ബാംഗ്ലൂരിലായിരുന്ന നീ എന്തിന് അന്ന് രാത്രിയിൽ അമ്പാടിയിൽ വന്നു? മിത്രയ്ക്കും ദയയ്ക്കും എന്ത് സംഭവിച്ചു? നീ തന്നെ പറയണം. വൈകാതെ പെട്ടെന്ന് പ്രതാപൻ ഇടയിൽ കയറാൻ ശ്രമിച്ചു. നോ. വലതുകരം ശക്തമായ അയാൾക്കു നേരെ നീട്ടിയവൾ പറഞ്ഞു. അങ്കിള് പറയണ്ട. കുറ്റകൃത്യം ചെയ്തത് ഇവനാണ്. ഇവൻ പറയട്ടെ. കൊല നടത്തിയവനെ കഴിയൂ എങ്ങനെ അത് ചെയ്തുവെന്ന് കൃത്യമായിട്ട് പറയാം. പ്രതാപൻ്റെ മുഖം ദീനമായി. രേണുകയും ദീനമായി തന്നെ മകനെ നോക്കി. ശരിക്കും പറഞ്ഞാൽ അഖിലെ അന്ന് നിർബന്ധിച്ച് നാട്ടിലേക്ക് വിട്ടത് ഞാനും സഹീറുമാണ്. അതുവരെ മുറിക്കുള്ളിൽ നിശബ്ദനായിരുന്ന ജ്യോതീന്ദ്രനാണത് പറഞ്ഞത്. ഇവനും ദയയും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് എനിക്കും സഹീറിനും കൃത്യമായിട്ട് അറിയാമായിരുന്നു. വരുൺ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ, ജെയ്സൺ ഹോസ്പിറ്റലൈസ്ഡ് ആയത്, അമ്പാടിയിലുള്ള ആരെയും അറിയാതെ ഈ പ്രോബ്ലംസ് എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്ന ദയയെ ഈ അവസരത്തിൽ സാന്ത്വനിപ്പിക്കാൻ അഖിലിൻ്റെ സമീപത്തിനെ കഴിയുമായിരുന്നുള്ളൂ എന്ന് ഞങ്ങൾ രണ്ടാളും പറഞ്ഞു. ഇവനെ നിർബന്ധിച്ചു. അതെ, ജ്യോതിയും സാക്കിയും കൂടി പറഞ്ഞതോടെ ഞാൻ കൂടുതൽ ത്രിൽഡായി എന്ന് പറഞ്ഞാൽ വൈകിയുടെ നെറ്റി ചുടിഞ്ഞു. എന്ന് വെച്ചാൽ ചോരത്തിളപ്പുള്ള ഒരു കാമുകന് ചില പ്രത്യേക നിമിഷത്തിൽ തോന്നിപ്പോകുന്ന ത്രില്ല്. അഖിൽ സാവധാനം വിശദീകരിച്ചു. ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്ത ടെൻഷനിലായിരുന്നു ദയ. മാത്രമല്ല, ഞാൻ മൊബൈൽ ഓഫ് ചെയ്യുക കൂടി ചെയ്തു. ഞാൻ ശരിക്കും അവളോട് പിണങ്ങി എന്ന് തോന്നുന്ന ഒരവസ്ഥ ഞാൻ സ്വയം ക്രിയേറ്റ് ചെയ്തതാണ്. ഓഫ് ചെയ്ത മൊബൈൽ ഞാൻ പോരും മുമ്പേ സാക്കി ഏൽപ്പിച്ചു. എന്നിട്ടാണ് ഞാനും ജ്യോതിയും നാട്ടിലേക്ക് വണ്ടി കയറിയത്. നീ എന്തിനാണ് നിൻ്റെ മൊബൈൽ ഓഫാക്കി സഹീറിനെ ഏൽപ്പിച്ചത്? ഞാൻ പറഞ്ഞില്ല മാഡം, ഒരു തരം ത്രില്ലെന്ന്. അഖിൽ തുറന്നു. ദയ എന്നെ നിരന്തരം ട്രൈ ചെയ്യാതിരിക്കില്ല. അപ്പോഴൊക്കെ മൊബൈൽ ഓഫ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സാക്കി മൊബൈൽ ഓണാക്കി വെക്കും.
അപ്പോൾ ദയയുടെ കോൾ വന്നാലും അവൻ അറ്റൻഡ് ചെയ്യില്ല. എനിക്ക് അവളോട് ദേഷ്യം തന്നെയാണെന്ന് അവൾ ശരിക്കും വിശ്വസിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു കുസൃതി പ്ലാനായിരുന്നു അത്. ദയയെ മാക്സിമം ടെൻഷൻ അടുപ്പിക്കുക. എന്നിട്ട് മാക്സിമം ടെൻഷനിലിരിക്കുന്ന അവളുടെ മുമ്പിൽ പെട്ടെന്ന് ഞാൻ പ്രത്യക്ഷപ്പെടുക. അപ്പോഴത്തെ അവളുടെ മുഖം, കൊടും താപമേറ്റ് കരുവാളിച്ചിരിക്കുന്ന ആ മുഖം തുളസിയിൽ മുക്കിയ തീർത്ഥം വീണതുപോലെ പെട്ടെന്ന് ദീപ്തമാകുന്നു. വിടർന്നു കഴിയുമെങ്കിൽ ആ മുഖം എൻ്റെ ഈ കൈക്കുടന്നയിലെടുത്ത് ഓമനിക്കുക. ഒരു ചുംബനം, ഒരു പരിരംഭണം, അതുകൂടി സാധിച്ചാൽ സായുജ്യം. അത്രയുമൊക്കെ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചതും പ്ലാൻ ചെയ്തതും. അഖിൽ അത് പറയുമ്പോൾ കണ്ണുകൾ തുളുമ്പിപ്പോയി. ദയയോടുള്ള അവൻ്റെ നെഞ്ചു നീറ്റുന്ന സ്നേഹം ഇരമ്പിയാർക്കുന്ന കുഞ്ഞു കടലായി തീരുകയായിരുന്നു. പക്ഷേ ഇവൻ്റെ ആ പ്ലാനിങ്ങും ആഗ്രഹവും അത് ഏറ്റവും വലിയ അതിദുരന്തമായി തീർന്നു. ജ്യോതീന്ദ്രനാണ് പറഞ്ഞത്. അതെ, അപ്പോഴത്തെ ചോരത്തിളപ്പിൽ തോന്നിയ ആ കുസൃതി, ആ തീരുമാനത്തിന് ഞാൻ കൊടുക്കേണ്ടി വന്നത് കനത്ത വിലയാണ്. അഖിലിൻ്റെ കയ്യിലെപ്പോഴും ചേർന്ന് കിടക്കുന്ന വിലങ്ങിലേക്ക് നോക്കി. എൻ്റെ പ്രാക്ടീസ്, എൻ്റെ ഭാവി, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എല്ലാം തുലഞ്ഞു. എല്ലാം. പോലീസിനെ ഭയന്ന് സ്വന്തം വീട്ടിൽ കഴിയാൻ വയ്യ. എന്തിന്? പുറത്തുനിന്ന് മുഖം കാട്ടാൻ പോലും വയ്യ. നാല് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുന്നു എന്ന തോന്നലാണിപ്പോൾ. അവൻ്റെ മുഖം ദീനമായി. പക്ഷെ വൈകാതെ കണ്ടതായി ഭാവിച്ചില്ല. അവൾക്ക് മുമ്പിൽ അപ്പോഴും അവൻ കുറ്റവാളി തന്നെയാണ്. തെളിവെടുപ്പിനായി ചോദ്യം ചെയ്യൽ തന്നെയാണ് അവൾ നടത്തുന്നത്. അതിൻ്റെ ഗൗരവത്തോടെ അവൾ പറഞ്ഞു, കം ടു ദ പോയിൻ്റ് അഖിൽ. എനിക്കറിയേണ്ടത് ആലപ്പുഴയ്ക്ക് തിരിച്ച നിങ്ങൾ രണ്ടാളും എന്തിനമ്പാടിയിൽ വന്നു എന്നാണ്. രണ്ടാളുമോ? അഖിൽ നെറ്റി ചൊളിച്ചു. അതെ, നീയും ഇവനും. വൈക ജ്യോതീന്ദ്രൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. ജ്യോതീന്ദ്രൻ വിയർത്തുപോയി. നോ മാഡം, അഖിൽ തിരുത്തി. ഞങ്ങൾ നാട്ടിലേക്ക് ഒരുമിച്ച് പോന്നു എന്നത് സത്യം. പക്ഷെ ജ്യോതി വന്നത് അവൻ്റെ മുത്തശ്ശൻ്റെ ശ്രാദ്ധം കൂടാനാണ്. മുത്തശ്ശൻ്റെ തറവാട് കാണാക്കാരിയിലാണ്. അതുകൊണ്ട് വന്ന വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി, ജ്യോതീന്ദ്രൻ പറഞ്ഞു. അഖിൽ നേരെ വീട്ടിലേക്ക് പോയി. പുതുപ്പള്ളിക്കോ? അതെ, പ്രതാപനാണ് ബാക്കി പറഞ്ഞത്. ഒരു മുന്നറിയിപ്പില്ലാതെ ഇവൻ രാവിലെ വന്നു കയറിയപ്പോൾ ഞാനും രേണു ഒന്ന് അമ്പരന്നു. ദയയെക്കുറിച്ചും അവളുടെ കൂട്ടുകാർ പറഞ്ഞ വിവരങ്ങളും കേട്ടതിൻ്റെ വെപ്രാളത്തിൽ അഖിൽ ഓടിപ്പോന്നതാണെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇല്ലച്ചാ, ദയ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അഖിൽ പറഞ്ഞു. അത് ഞാൻ പ്രൂവ് ചെയ്ത് മനസ്സിലാക്കി. എങ്ങനെ പ്രൂവ് ചെയ്തെന്നാ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരുമിച്ച് കേട്ട അതേ മൊബൈൽ സൗണ്ട് ക്ലിപ്പിംഗ് ഇവൻ ഞങ്ങളെയും കേൾപ്പിച്ചു. ഞങ്ങൾക്ക് ആശ്വാസം, സന്തോഷമൊക്കെ ആയി. അല്ലെങ്കിലും നമ്മുടെ ദയമോൾക്ക് നിന്നെ നമ്മളെ ഒന്നും ചതിക്കാൻ പറ്റില്ലടാ, അവൾ അത്രയ്ക്ക് പാവാ, രേണു സ്നേഹാധിക്യത്തോടെ പറഞ്ഞു. എൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്നിരുന്നതും എൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്നതും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ അവൾ പാവാ, ഒരു വഴക്കുമില്ലായിരുന്നു. അവൾ പാവാന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ അമ്മേ. അഖിലിന് അപ്പോൾ വല്ലാത്തൊരു ഗൗരവമായിരുന്നു. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അവൻ അറിയണം അവൻ ചെയ്ത ചതിയുടെ ഭീകരത. ഇനിയൊരു പെണ്ണിനും ഈ ചതി പറ്റരുത്. ഇക്കാര്യത്തിൽ ഞാൻ കാട്ടിയ ബുദ്ധിയും താല്പര്യവുമില്ലാത്ത ഒരുവനാണെങ്കിൽ നശിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലമ്മേ. അഖിൽ, നീ ആ കേസ് വിട്. ദയ തെറ്റുകാരിയല്ലല്ലോ, അതറിഞ്ഞാൽ പോരെ നമുക്ക്? പ്രതാപൻ നെറ്റി ചുളിച്ചു. ഇല്ലച്ചാ, ഇക്കാര്യത്തിൽ എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ഞാൻ വന്നു തന്നെ അതിനാണ്. എന്താണ് നിൻ്റെ പ്ലാന്? പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യാനാ? ഇക്കാലത്ത് പോലീസിൽ ഒരു കംപ്ലയിൻ്റ് കൊടുക്കുക എന്നത് അത്ര വലിയ വിഷയമൊന്നുമല്ല അച്ഛാ. ഊരി പോരാനും എളുപ്പമാണ്. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിലെത്തും. അവനെയും അവൻ വിലക്കെടുത്ത ഫ്രണ്ട്സിനെയും വിളിച്ചു കൂട്ടും. പ്രൊഫസർ പത്മ കുര്യനെയും ദയയുടെ മുമ്പിൽ നിർത്തും. എന്നിട്ട് ഈ സൗണ്ട് ക്ലിപ്പിംഗ് കേൾപ്പിക്കും. ദയ ആലപ്പുഴയിലെ റിസോർട്ടിലായിരുന്നില്ലെന്ന് തെളിയിക്കും. ദയയെ ചതിക്കാനായി അവൻ മാനിപ്പുലേറ്റ് ചെയ്ത തെളിവുകൾ അവൻ്റെ മുമ്പിൽ തന്നെ ഒരു ഗുണ്ട് പോലെ പൊട്ടിത്തെറിക്കും. ആ മെഡിക്കൽ കോളേജിൽ പിന്നെ അവന് തലയുയർത്തി നിൽക്കാനാവില്ല. അവൻ ഓടും. അതാണ് എൻ്റെ ആവശ്യം, അഖിൽ ആവേശത്തോടെ പറഞ്ഞു. ഞാൻ ആലപ്പുഴയിലേക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. പക്ഷെ ദയ അവിടെ ഇല്ലല്ലോ, അവൾ അമ്പാടിയിലല്ലേ? രേണുക പറഞ്ഞു. അതെന്താ? അഖിൽ അമ്പരന്നു. മിത്രയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി വന്നിട്ട് അവൾ മടങ്ങിപ്പോയില്ല. പോയില്ലേ? രേണുകയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ മാത്രമല്ല, മിത്രയും പോയിട്ടില്ല. രണ്ടാളും അമ്പാടിയിലുണ്ട്. നീ എന്താ അവളെ ഇന്നലെ ഇന്നും ഒന്നും വിളിച്ചില്ലേ? ഇല്ല, എൻ്റെ ഫോൺ ഓഫാണ്. കൊള്ളാം,
ഞാനും പ്രതാപേട്ടനും നിന്നെ ഇന്നലെ രാത്രിയും പലതവണ വിളിച്ചു. മൊബൈൽ സ്വിച്ച് ഓഫ് എന്നാണ് റിപ്ലൈ. ഞാൻ കരുതി നീ ഹോസ്പിറ്റൽ പ്രാക്ടീസിലാണെന്ന്. പ്രാക്ടീസ് ആയിട്ടൊന്നുമില്ല അമ്മേ, ഇതവളെ പറ്റിക്കാനുള്ള ഒരു സൂപ്പർ വിദ്യയാണ്. അഖിലിൻ നെറ്റി ചുളിച്ചു. ആകട്ടെ, അവളും മിത്രയും എന്താ കോളേജിലേക്ക് പോകാതിരുന്നത്? വൈകിക്കൊരു പ്രപ്പോസൽ, ഒരു എൻജിനീയർ പയ്യൻ്റെ. പയ്യനും വീട്ടുകാരും ഞായറാഴ്ച വരുന്നുണ്ട്. ബാക്കി എല്ലാ സെറ്റപ്പും ഓക്കെ ആയതുകൊണ്ട് പെണ്ണ് കാണലും വാക്കുറപ്പിക്കലും ഒക്കെ അന്ന് നടക്കും. ചെറിയൊരു ആഘോഷം തന്നെ. നമ്മളെയും ക്ഷണിച്ചിട്ടുണ്ട് ചടങ്ങിന്. രേണുക തുടർന്നു. അതുകൊണ്ട് ഇനി ഞായറാഴ്ചത്തെ ചടങ്ങ് കഴിഞ്ഞ് തിങ്കളാഴ്ചയും മിത്രയും ദയമോളും കോളേജിലേക്ക് പോകുന്ന ഞാൻ അല്പം മുമ്പ് അങ്ങോട്ട് വിളിച്ചപ്പോൾ ദേവിക പറഞ്ഞത്. തിങ്കളാഴ്ച ദയ കോളേജിലെത്തുമല്ലേ? അഖിൽ വിരലിൽ കണക്കുകൂട്ടി. ഇന്ന് വ്യാഴം, പക്ഷെ അത്രയും ദിവസം എനിക്കിവിടെ തങ്ങാൻ വയ്യ. എൻ്റെ പ്ലാനും കണക്കുകൂട്ടലും ഒക്കെ പഴിച്ചു. അത് സാരമില്ലടാ, പ്രതാപൻ മകനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് തുറന്നു. സത്യം നമ്മൾ അറിഞ്ഞില്ലേ, പിന്നെ ബാക്കിയുള്ളത് അവനുള്ള ശിക്ഷ. അതിനിനി അവസരം വരും. ഇപ്പം നീ മടങ്ങിപ്പോയിക്കോ, അതാണ് നല്ലത്. അയ്യോ അച്ഛാ. അഖിൽ തെല്ല് കുസൃതിയോടെ പ്രതാപൻ്റെ താടിയിൽ പിടിച്ച് ഓമനിച്ചുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. ദയൊന്ന് കാണാതെ മടങ്ങിപ്പോകാൻ പറയല്ലേ അച്ഛാ. പ്രതാപൻ ചിരിച്ചു. രേണുകയും. അവർ വേഗം അടുക്കളയിൽ കയറി. നീ കുളിച്ച് വേഷം മാറുക, അമ്മ ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാം. അത് കഴിച്ചിട്ട് അമ്പാടിയിലേക്ക് പോയാൽ മതി. അമ്പാടിയിലേക്ക് ഞാൻ രാത്രിയിലേ പോകുന്നുള്ളമ്മേ, അഖിൽ പറഞ്ഞു. അതെന്താ നീ അങ്ങനെ തീരുമാനിച്ചത് രാത്രിയിൽ പോകാൻ? സംഭവ ദിവസം രാവിലെ അഖിൽ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിയതിനെക്കുറിച്ച് പ്രതാപൻ പറഞ്ഞത് കേട്ട് നിൽക്കുകയായിരുന്നു വൈക. പെട്ടെന്ന് അഖിലിൻ്റെ മുഖത്തേക്ക് നോക്കി. കൈവിലങ്ങിൽ തിരിപ്പിടിപ്പിക്കാൻ ശ്രമിച്ച് നിശബ്ദം നിൽക്കുകയാണ് അവൻ. അമ്പാടിയിൽ എനിക്കെപ്പോഴും പൂർണ്ണ സ്വതന്ത്രമുണ്ടായിരുന്നു, അഖിൽ മെല്ലെ പറഞ്ഞു. എന്നിട്ടും രാത്രിയിൽ പോകാൻ തീരുമാനിച്ചത് എൻ്റെ ശാപം, എൻ്റെ ദുരന്തം. ദുരന്തം വരും മുമ്പ് എനിക്ക് തോന്നിയ കുസൃതിയും ത്രില്ലും. അവൻ തുറന്നു. അമ്പാടിയിലുള്ള ആരും അറിയാതെ ദയയെ കാണുക, മടങ്ങുക. വെറുതെ ഒരു മോഹം, അത്രയേ ഉള്ളൂ. നീ പുതുപ്പള്ളിയിൽ നിന്നും എപ്പോഴാണ് ഇറങ്ങിയത്? രാത്രി 7:30. അമ്പാടിയിലെത്തിയതോ? 1 മണിയോടടുത്ത്. 1 മണിക്കോ? അതുവരെ നീ എവിടെയായിരുന്നു? ഞാനൊരു സിനിമ കണ്ടു, സെക്കൻഡ് ഷോ. അമ്പാടിയിലുള്ളവർ ശരിക്കും ഉറക്കം പിടിച്ചിട്ടെത്താനായിരുന്നു പ്ലാന്. അവൻ തുറന്നു. തിയേറ്ററിലിരിക്കുമ്പോൾ എന്നെ ബാംഗ്ലൂരിൽ നിന്നും സാക്കി വിളിച്ചു. ദയ അപ്പോഴും നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ അവളെ വിളിക്കുകയോ നേരിൽ കാണുകയോ ചെയ്യണമെന്ന് അവൻ കർക്കശമായി പറഞ്ഞു. എന്നിട്ട് അവളുടെ നമ്പറിലേക്ക് വിളിച്ചു. ഞാൻ അവിടെ ഇല്ല. പുറത്തുപോയി മൊബൈൽ കൊണ്ടുപോയില്ല എന്ന് മാത്രം പറയാൻ ഞാൻ അവനെ നിർബന്ധിച്ചു. അവൻ അങ്ങനെ പറയുകയും ചെയ്തു. മരിച്ചു കിടന്നിരുന്ന ദയയുടെ റൂമിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ മൊബൈലിൽ രാത്രി 10:30 ശേഷമുള്ള സഹീറിൻ്റെ ആ വിളിയുണ്ടായിരുന്നു. അതിൻ്റെ നമ്പറും. അഖിൽ സംഭവ സമയത്ത് ബാംഗ്ലൂരാണ് എന്ന് പോലീസ് തെറ്റിദ്ധരിച്ചു പോയത് ഈ ഒറ്റ നമ്പർ ദയയുടെ റിസീവിംഗ് നമ്പർ ലിസ്റ്റിൽ കിടക്കുന്നിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം പോലീസിൻ്റെ എക്സ്റേ കണ്ണുകൾ അഖിലിനെ ആദ്യം പൂർണ്ണ വിശ്വാസത്തോടെ ഒഴിവാക്കുകയായിരുന്നു. അതവൻ്റെ ഭാഗ്യം. വൈക ഉള്ളിൽ ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ബാക്കി പറയടാ. തിയേറ്ററിൽ നിന്നും 1 മണിക്കൂർ നീ അമ്പാടിയിലെത്തി. ഉവ്. കാറിലായിരുന്നോ? ബൈക്കിൽ. പക്ഷെ അമ്പാടിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ കണ്ടു. നേരെ എതിർ വീട്ടിൽ കോൺട്രാക്ടർ സാംകുട്ടിയും പണിക്കരും രാത്രി പണി ചെയ്യുന്നു. വലിയ ലൈറ്റുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം മുറ്റത്തും റോഡിലും. അത് അമ്പാടിയുടെ ഗേറ്റിങ്ങിലേക്ക് വീണെടുക്കുന്നു. മുൻഗേറ്റിലൂടെ വളപ്പിനുള്ളിൽ കടക്കാനാവില്ലെന്ന് മനസ്സിലായതോടെ ഞാൻ പിൻഭാഗത്തെത്തി. ബൈക്ക് കുറേ മാറ്റി കുറ്റിച്ചെടിയുടെ മറവിൽ വെച്ച്. അഖിൽ നേരിയ പതർച്ചയോടെ പറഞ്ഞു. പിൻഗേറ്റിൻ്റെ ഓടാമ്പൽ വെളിയിൽ നിന്ന് മൂരി ഞാൻ അകത്ത് കയറി. വിറക് ഷെഡിൻ്റെ അടുത്ത് എപ്പോഴും വയ്ക്കാറുള്ള വലിയ ഏണിയെടുത്ത് 2ാം നിലയിലുള്ള ദയയുടെ റൂമിൻ്റെ ജനാലയ്ക്കിലേക്ക് ചാരി വെച്ചു. എന്നിട്ട് കയറിയിട്ട് ജനാലയ്ക്കൽ മുട്ടുക, അതായിരുന്നു പ്ലാന്. എന്നിട്ട് വൈകയുടെ പുരുകം ചുളിഞ്ഞു. അമ്പാടിയിലെ ഓരോ ഇഞ്ച് സ്ഥലവും എനിക്കറിയാം. ആങ്കിളും ആൻറ്റിയും മുത്തശ്ശിയും ഉറങ്ങുന്ന മുറികളും അറിയാം. ഇലയനങ്ങുന്ന ശബ്ദം കേട്ടാൽ അവർ ഉണരുകയും ചെയ്യും. ഏണി വെച്ച് കയറി ജനാലിലേക്ക് തട്ടിയാൽ അവരുണർന്നാലോ? അവർ ഉണർന്നില്ലെങ്കിൽ തന്നെ മുകളിൽ ദയയുടെ തൊട്ടടുത്ത മുറിയിലുള്ള മിത്ര ഉണർന്നാലോ? അഖിൽ തുറന്നു. ഞാൻ വല്ലാതെ ചമ്മു. തെറ്റിദ്ധരിക്കപ്പെടും. ഒരുപക്ഷെ എല്ലാവരും അറിയും രാത്രിയിൽ കള്ളനെ പോലെ പതുങ്ങിച്ചെന്നത്. എല്ലാ ത്രില്ലും തീരും.
ദയ പോലും എന്നെ കുറ്റപ്പെടുത്തിയെന്ന് വരും. അതോടെ ഏണി വേണ്ടെന്ന് തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ എൻ്റെ പഴയ മൊബൈൽ സെറ്റുണ്ട്, ഒരു പുതിയ സിം കാർഡും. അതിൽ ഞാൻ ദയയുടെ നമ്പർ ഡയൽ ചെയ്തു. ഞാൻ വിളിച്ചു. പിൻവാതിൽ തുറക്കാൻ പറയുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. അതിനായിട്ട് ഞാൻ കോൾ ബട്ടണിൽ പ്രസ് ചെയ്യാൻ വിരലെടുക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് വീടിൻ്റെ പിൻവാതിൽ ആരോ തുറന്നു. ഞാൻ നടുങ്ങിയിട്ട് പിന്നോക്കം ചാടിപ്പോയി. അധ്യായം 48. വാഴക്കൂട്ടത്തിനിടയിലേക്ക് പതുങ്ങി നിന്ന് ഞാൻ എത്തി നോക്കി. വാതിൽ തുറന്നത് അങ്കിളാണ്. മുഖം പക്ഷെ കാണാൻ വയ്യ. ഞാൻ വല്ലാതെ ഭയന്നുപോയി. അഖിൽ വീണ്ടും തുടർന്നു. എൻ്റെ ശബ്ദം ഒതുക്കി നടന്നിട്ടും വളപ്പിൽ ഞാൻ കയറിയത് അങ്കിൾ അറിഞ്ഞിരിക്കുന്നു. അതാണ് ഉണർന്നത്, വാതിൽ തുറന്നത്. വളപ്പിൽ എൻ്റെ കാലടി ശബ്ദം കേട്ടിട്ട് അങ്കിൾ ഉണർന്നു വന്നതാണെങ്കിൽ തീർച്ച. വീട്ടിനുള്ളിലെയും പുറത്തെയും ലൈറ്റുകൾ ഒന്നാകെ ഇട്ടിരിക്കണം. ഇതിപ്പോൾ ടെറസിന് മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ബൾബ് ഒഴിച്ചാൽ മറ്റു വെളിച്ചമൊന്നുമില്ല. ലൈറ്റൊന്നും തെളിക്കാതെ അങ്കിള് വാതിൽ തുറന്നത് എന്തിനെ? ഞാൻ എത്തി നോക്കി നിൽക്കെ അങ്കിൾ പെട്ടെന്ന് വാതിലടച്ചു. വീട്ടിൽ മറ്റാരും ഉണർന്നിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സർവത്ര നിശബ്ദം. ഇനി നിൽക്കുന്നത് അപകടമാണ്. അങ്കിൾ എങ്ങാനും എന്നെ കണ്ടാൽ തീർന്നു. അങ്കിളിനോട് എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനേക്കാൾ സ്നേഹമുണ്ട്, ബഹുമാനം, അതിലുപരി ഇത്തിരി ഭയവും. ഒരു ചെറിയ പിഴ പോലും പെറുക്കാത്ത, ആ ചെറിയ പിഴ പോലും ചെയ്യാത്ത ഉയർന്ന വ്യക്തിത്വത്തെ ഞാൻ വല്ലാതെ ആദരിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു റോൾ മോഡൽ തന്നെയാണ് അങ്കിള്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മുമ്പിൽ ഒരു കള്ളനെ പോലെ പിടിക്കപ്പെട്ടെത്തിയാലോ? എനിക്കത് ഓർക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. മടങ്ങിപ്പോരാൻ ഞാൻ 10 അടി നടന്നതുമാണ്. പക്ഷെ ബാംഗ്ലൂരിൽ നിന്നും അവിടം വരെ വന്നിട്ട് ദയൊന്ന് കാണാതെ മുമ്പോട്ട് കാലടികൾ നീങ്ങുന്നില്ല. ഞാൻ നിന്നു. ഒളിച്ചു വന്നാലല്ലേ കാണാൻ ബുദ്ധിമുട്ടുള്ളൂ. നേരെ വന്നാലോ? വീടിൻ്റെ മുമ്പിൽ ചെന്ന് ബെല്ലടിച്ചാലോ? ബാംഗ്ലൂരിൽ നിന്നും വരുന്ന വഴിയാണെന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ. ദയയെ കാണണം, അവളുടെ പരിഭവവും പിണക്കവും തീർത്തു മടങ്ങാം. അല്ലാതെ തിരിച്ചു പോയാലും എനിക്ക് ഉറങ്ങാനാവുമായിരുന്നില്ല. ദയയെ കാണാനുള്ള അത്യാസക്തിയോടെ മുൻവശത്തെത്താനായി കാർ ഷെഡിൻ്റെ ഭാഗത്തേക്ക് മെല്ലെ നടക്കുമ്പോഴാണത് ഞാൻ ശ്രദ്ധിച്ചത്. അങ്കിളിൻ്റെ ഓഫീസ് റൂമിനുള്ളിൽ വെളിച്ചം. എനിക്ക് അമ്പരപ്പായി. മറ്റു മുറികളിലൊന്നും ലൈറ്റിടാതെ ആ സമയത്ത് ഓഫീസ് റൂമിനുള്ളിൽ മാത്രമായി അങ്കിൾ എന്തു ചെയ്യുന്നു? ഞാൻ ശബ്ദം കേൾപ്പിക്കാതെ കാർ ഷെഡിനോട് ചേർന്നുള്ള ജനാലക്കരികിലേക്ക് മെല്ലെ നീങ്ങി. മനുഷ്യ സഹജമായ വെറും ജിജ്ഞാസ, അത് മാത്രമായിരുന്നു അത്. എൻ്റെ ഭാഗ്യമോ ദുർഭാഗ്യമോ? ജനാലയ്ക്കുള്ളിലിട്ടിരിക്കുന്ന സിൽക്ക് കാട്ടൻ്റെ ഞെരുമുകൾ അല്പം നീങ്ങിയാണ് കിടന്നിരുന്നത്. ചില്ലിലൂടെ നോക്കിയാൽ അകത്ത് ലൈറ്റുള്ളത് കൊണ്ട് മുറിക്കുള്ളിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഞാൻ മെല്ലെ കുനിഞ്ഞ് ശ്രദ്ധയോടെ ഉള്ളിലേക്ക് നോക്കി. അങ്കിള് ഫ്രീസറിനടുത്ത് നിൽക്കുന്നു. ഫ്രീസർ എനിക്ക് കാണാനാവുന്നില്ല, പക്ഷെ അങ്കിളിനെ കാണാം. അങ്കിളിൻ്റെ മുഖത്തെ ഭ്രാന്തമായ ഭാവം എന്നെ അമ്പരപ്പിച്ചു. അതിലും അമ്പരപ്പോടെ ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു. അഖിൽ ഉദ്യോഗത്തോടെ തുറന്നു. അങ്കിളിൻ്റെ കയ്യിൽ കുറേ പഞ്ഞി, ബാൻഡേജ്, എല്ലാറ്റിനും ചുവപ്പ് കളർ. അത് വെറും ചുവപ്പ് കളറല്ല, രക്തമാണെന്ന് എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ആ കോട്ടനും ബാൻഡേജുകളും അങ്കിൾ ഫ്രീസറിനുള്ളിലേക്ക് ഇടുന്നു. ഫ്രീസർ പൂട്ടുന്നു. താക്കോൽ കബോർഡിനുള്ളിലേക്ക് മാറ്റി വയ്ക്കുന്നു. അങ്കിൾ ആകെ വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു. എന്തോ അരുതാത്ത ഭയങ്കര ദുരന്തം നടന്ന മുഖഭാവം. കണ്ണുകൾ പതറിപ്പതറി നാലുപാടും നോക്കുന്നു. ഞാൻ ഞെട്ടലോടെ പിന്മാറി. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു, അങ്കിൾ മുറ്റത്തെത്തിയിരിക്കുന്നു. കാർ സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നു. എതിരെ വീട്ടിൽ നിന്നും കോൺട്രാക്ടർ സാംകുട്ടി അങ്കിളിനോട് എന്തോ വിളിച്ചു ചോദിക്കുന്നതും അങ്കിൾ മറുപടി പറയുന്നതും ഞാൻ കണ്ടു. അങ്കിൾ ഈ സമയത്ത് എവിടെ പോയതാണ്? അതും വീടിനുള്ളിൽ ലൈറ്റിടാതെ, ആൻറ്റിയെ പോലും ഉണർത്തി വിവരം പറയാതെ. എന്തോ സംഭവിക്കരുതാത്തത് സംഭവിച്ചിരിക്കുന്നു. എന്തു ചെയ്യണം? ഒറ്റ സെക്കൻഡ് പോലും ഞാൻ ആലോചിച്ചില്ല. ഉത്തരം കിട്ടി. ദയയെ വിളിച്ചുണർത്തുക. ഞാൻ അവളുടെ നമ്പറിൽ വിളിച്ചു. ഒന്നല്ല, പലതവണ. ദയ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ ഇത്രയ്ക്കും അഗാധമായ ഉറക്കത്തിലോ? ഒരുപക്ഷെ മൊബൈൽ സൈലൻറ്റ് മോഡിലാണെങ്കിലോ? മിത്രയെ വിളിച്ചുണർത്തുക തന്നെ. പക്ഷെ മിത്രയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ് എന്നാണ് പറഞ്ഞത്. ഞാൻ കൂടുതൽ അമ്പരന്നു. മിത്ര എന്തിന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം? അങ്ങനെ ഒരു പതിവേ ഇല്ലാത്തതാണ്. പിന്നെ ഞാൻ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. തുടരെ മിത്രയും ദയയും മുകളിലാണ്. അവർ അഥവാ ലാൻഡ് ഫോൺ ശബ്ദമുണ്ട് കേട്ടില്ലെങ്കിലും ഒരില്ല അനങ്ങിയാൽ ഉണരുന്ന ആൻറ്റിയും മുത്തശ്ശിയും പോലും ഉണർന്നില്ല. ഫോൺ അറ്റൻഡ് ചെയ്തില്ല. എന്തു പറ്റി എല്ലാവർക്കും? അതോ അവരാരും ഈ വീട്ടിലില്ലെന്ന് വരുമോ?
ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ, ഒരാളും ഉണരാതിരുന്നപ്പോൾ തിരിച്ചിറങ്ങി. എൻ്റെ ബൈക്കിൽ കയറി എൻ്റെ വീട്ടിലേക്ക് പോയാൽ മാത്രം മതിയായിരുന്നു. എങ്കിൽ ഞാനിങ്ങനെ ഇത്ര ക്രൂരമായി ശിക്ഷിക്കപ്പെടില്ലായിരുന്നു. സങ്കടവും സ്വയം നിന്ദയും കലർന്ന സ്വരത്തിൽ അഖിൽ പറഞ്ഞു. അവൻ പറയുന്നത് ശ്രദ്ധിച്ചു തന്നെ നിന്നിരുന്ന വൈക്കം മന്ദഹസിച്ചു. പരിഹാസം ഒളിപ്പിച്ച മന്ദഹാസം. നീ തിരിച്ചിറങ്ങിയില്ല, ബൈക്കിൽ കയറി പോയുമില്ല, രക്ഷപ്പെട്ടുമില്ല. അതുകൊണ്ട് സമയം കളയാതെ വേഗം ബാക്കി പറയും, അവൾ പറഞ്ഞു. അവളുടെ ഒരലിവും ഇല്ലാത്ത ആ ഭാവം കാർത്തിക് പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രതാപനും രേണുകയും ജ്യോതീന്ദ്രനും പരസ്പരം നോക്കി. അഖിലും, അമ്പാടിയർ എനിക്കൊരു അന്യവീടല്ല. ഞാനും ആ വീട്ടിൽ പിച്ച വെച്ച് നടന്നിട്ടുണ്ട്, ഓടിക്കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അധികം വൈകാതൊരു ദിവസം ആ വീട്ടിലെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തേണ്ടവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓടിപ്പോകാനാവില്ലായിരുന്നു, അഖിൽ പറഞ്ഞു. എനിക്ക് ആ വീട്ടിനുള്ളിൽ കയറിയാൽ മതിയാവും. അങ്കിളിൻ്റെ കയ്യിൽ കണ്ട ആ കോട്ടണിൽ ഞാൻ കണ്ട രക്തത്തിൻ്റെ ഉറവിടം അറിഞ്ഞാൽ മതിയാവും. ഞാൻ വീണ്ടും ആലോചിച്ചു. 2ാം നിലയിലെ ടെറസിലെത്തിയാൽ സ്റ്റെയർകേസിൻ്റെ വാതിൽ കുത്തിപ്പൊളിച്ച് അകത്ത് കയറാമെന്ന് തോന്നി. പക്ഷേ എങ്ങനെ? എനിക്ക് 2ാം നിലയുടെ റൂഫ് വരെ നീളമില്ല. ബാത്റൂമിൻ്റെ പൈപ്പ് ലൈൻ വഴിയൊന്ന് പിടിച്ചു കയറാൻ എനിക്കാവുകയില്ല. പിന്നെന്ത് വഴി? ഞാൻ വീടിൻ്റെ പിന്നാമ്പുറത്തെത്തി. അങ്കിൾ അല്പം മുമ്പ് തുറന്ന പിൻവാതിലിൻ്റെ മുമ്പിൽ നിന്നു. കിച്ചണോട് ചേർന്നുള്ള വർക്ക് ഏരിയയിൽ നിന്നുള്ള ഡോറാണത്. ഇതിൻ്റെ അപ്പുറത്താണ് ആൻറ്റി കിടക്കുന്ന റൂം. ഒന്നുകൂടി തട്ടിയാൽ ആൻറ്റി ഉണർന്നാലോ? ഞാൻ വാതിക്കൽ തട്ടാനായി ശ്രമിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഡോറ് ടൈറ്റായിട്ട് അടഞ്ഞിരുന്നില്ല. അങ്കിൾ പരിഭ്രാന്തിക്കിടയിൽ ഡോർ അടയ്ക്കാൻ മറന്നിരിക്കുന്നു. ഭാഗ്യം. ഞാൻ വേഗം ഡോറ് തുറന്ന് അകത്ത് കടന്നു. ദയയുടെ റൂമിലേക്ക് പോകുന്നതിന് പകരം ഞാൻ നേരെ പോയത് ഹാളിലേക്കാണ്. ഹാളിൽ ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ തെളിഞ്ഞു നിന്നിരുന്ന അലങ്കാര ബൾബിൻ്റെ നേരിയ വെളിച്ചമുണ്ടായിരുന്നു. എനിക്കറിയാം അങ്കിളിൻ്റെ ഓഫീസ് റൂമിൻ്റെ കീ എവിടെയാണെന്ന്. ഞാനതെടുത്തു. വേഗം ഓഫീസ് റൂം തുറന്നു, ഉള്ളിലേക്ക് കിടന്നു. അങ്കിൾ ഓഫാക്കി ലൈറ്റ് ഓൺ ചെയ്തു. എന്നിട്ട് അങ്കിൾ വെച്ചെടുത്തു നിന്നും ഫ്രീസറിൻ്റെ കീ തപ്പിയെടുത്ത് തുറന്നു. അങ്കിൾ മെഡിസിൻ സൂക്ഷിക്കുന്ന ആ ഫ്രീസർ ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, തുറന്നിട്ടുമുണ്ട്. അതിനുള്ളിൽ നിറയെ മെഡിസിനുകളാണെന്ന് എപ്പോഴും. പക്ഷേ അപ്പോൾ കണ്ടത് മെഡിസിനുകളല്ല, ചോര പുരണ്ട പഞ്ഞിയും ബാൻഡേജും. ഒന്നുകൂടി ഒറ്റ നിമിഷം കൂടി ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടു സിരകളെ മരവിപ്പിക്കുന്ന ആ കാഴ്ച. ചോര പുരണ്ട പഞ്ഞിക്ക് താഴെ ഒരു തല, മനുഷ്യ ശരീരം. അതൊരു ശവമാണ്, മരവിപ്പ് പടർന്ന ശവം. ആ ശവത്തിന് മീതേക്കാണ് അങ്കിള് രക്തം പുരണ്ട പഞ്ഞിയുടെ ബാൻഡേജ് നിക്ഷേപിച്ചത്. ആ നിലയ്ക്ക് ആ രക്തവും ഈ ശരീരത്തിൻ്റെതാണ്. മാത്രമല്ല, ഈ ശവം വെച്ചതും അങ്കിള് തന്നെയാണ്. അതാണ് അങ്കിള് പരിഭ്രമിച്ചത്. അതാണ് അങ്കിള് വീട്ടിനുള്ളിൽ ലൈറ്റിടാതെ പോയത്. ആരാണിത്? ആരായാണ് അങ്കിള് കൊന്ന് ഫ്രീസറിൽ വെച്ചത്? ആരാണ് അങ്കിളിൻ്റെ ഈ ശത്രു? എങ്ങനെ അങ്കിളിന് ഒരാളെ കൊല്ലാൻ കഴിഞ്ഞു? ഇതിനുള്ളിൽ വയ്ക്കാൻ കഴിഞ്ഞു? ശക്തമായ നടുക്കത്തോടെ ഞാൻ ആ തല ശ്രദ്ധിച്ചു. മുടി മാത്രമേ മുകളിൽ കാണാനാവൂ. ചോര പുരണ്ട ചിതറിക്കിടക്കുന്ന മുടിയിഴകൾ. അതൊരാണല്ല, പെണ്ണിൻ്റെ മുടിയാണ്. പെട്ടെന്ന് ശക്തമായ മിന്നൽ നെഞ്ചിനെ പൊള്ളിക്കരിച്ചതുപോലെ ഞാനൊന്ന് നടുങ്ങി. ഇത് ദയയുടെ മുടിയല്ലേ? ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ കൈവിരൽ തൊട്ടു നിൽക്കുന്നത് എൻ്റെ പെണ്ണല്ലേ? എൻ്റെ ഈശ്വര! മെഡിക്കൽ കോളേജിൽ നടന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഓർത്തു. വരുൺ ദേവ്, അവൻ വീണ്ടും ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയോ? ആ ആയുധങ്ങൾ അവൻ അമ്പാടി തറവാട്ടിലേക്ക് ആഞ്ഞെറിഞ്ഞു. അത് അങ്കിൾ കണ്ടെടുത്തിട്ട് ദയയ്ക്കു നേരെ പ്രയോഗിച്ചോ? അതെ, അതാണുണ്ടായത്. ഒരുപാട് സ്നേഹവാനാണ് അങ്കിള്, ഒരുപാട് സമാധാനപ്രിയനുമാണ്, നല്ലവനാണ്. പക്ഷേ ദേഷ്യം വന്നാൽ പലപ്പോഴും താൻ അത് കണ്ടിട്ടുണ്ട്. ദേഷ്യം വന്നാൽ പിടിച്ചു നിൽക്കില്ല. വരുണിൻ്റെ ആയുധം ശരിക്കും ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ച അങ്കിൾ എന്തും സഹിക്കും. പക്ഷേ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒന്നും സഹിക്കില്ല. കഷ്ടം. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കാതെ അപ്പോഴേ അങ്കിളിനെ അറിയിക്കേണ്ടതായിരുന്നു. വരുണിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടതായിരുന്നു. എൻ്റെ ഹൃദയം ഈർച്ചവാൾ കയറിയതുപോലെ രണ്ടായി പിളർന്നു. മരവിപ്പ് പടർന്ന വിരലുകൾ നീട്ടി ഞാൻ അത്യാർത്തിയോടെ രക്തം പുരണ്ട ആ പഞ്ഞിത്തുണ്ടുകൾ മാറ്റി. എന്നിട്ട് ആ മുടി വാരിയൊതുക്കി. ദയ! ഒരാർത്തനാദം നെഞ്ചിൽ മുട്ടിത്തിരിഞ്ഞു. ഞാൻ ശബ്ദിച്ചില്ല.
ഞാൻ ആ മുഖം പിടിച്ചുയർത്തി. ഫ്രീസറിനുള്ളിൽ അല്പം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും അധികം സമയമാകാഞ്ഞിട്ടാവും ഞാൻ ബലം പ്രയോഗിച്ചപ്പോൾ ആ മുഖം തെല്ലുയർന്നു. മുഖത്ത് നെറ്റിയിലും വീണു കിടക്കുന്ന ആ മുടിയിഴകൾ ഞാൻ നന്നായി മാടിയൊതുക്കിയിട്ട് നോക്കി. അത് ദയയല്ല. ഞാൻ കൂടുതൽ അമ്പരന്നു. മിത്രയാണത്. മിത്രയ്ക്ക് എന്താണ് സംഭവിച്ചത്? അങ്കിൾ എന്തിനാണ് മിത്രയെ കൊന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്തോ ഭയങ്കരമായ ഒന്ന് നടന്നിരിക്കുന്നു. എന്നിട്ട് അങ്കിള് ബോഡി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. ബോഡി ഒളിപ്പിച്ചിട്ട് ഈ സമയത്ത് പുറത്തേക്ക് പോയതെന്തിന്? ഇനി ഒരു പക്ഷേ പോലീസിനെ കൂട്ടി വരാനാണോ? ഞാൻ ശക്തമായൊന്ന് നടുങ്ങി. എങ്കിൽ ഞാൻ കുടുങ്ങും, തീർച്ച. വന്നതുപോലെ ഇറങ്ങി ഓടാനാണ് ഞാൻ ആ നിമിഷത്തിൽ തീരുമാനിച്ചത്. ഫ്രീസർ അടയ്ക്കുക, മുറി പൂട്ടി സ്ഥലം വിടുക. പക്ഷെ അവളുടെ മുഖം പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന എൻ്റെ കൈത്തലം മാറ്റാനുള്ള ശ്രമത്തിൻ്റെ 10-1 സെക്കൻഡുള്ളിൽ എൻ്റെ കൈത്തലത്തിൽ ഞാൻ അറിഞ്ഞു മിത്രയുടെ ഇമകളിൽ നേരിയൊരു വെട്ടൽ. കൺപീലികളുടെ തുമ്പ് എൻ്റെ കൈവിരലിൽ തൊട്ടുറഞ്ഞതുപോലെ ഞാൻ ശ്രദ്ധിച്ചു. കൺപോളകൾക്ക് മീതെ ഞാൻ എൻ്റെ വിരലഗ്രം മൃദുവായി തലോടി. യെസ്, ഒരു ഡോക്ടറുടെ വിരൽത്തുമ്പിന് മാത്രം പിടിച്ചെടുക്കാവുന്ന ജീവൻ്റെ ഒരു തന്മാത്ര എനിക്ക് അനുഭവപ്പെട്ടു. അതോടെ ഞാൻ അങ്കിളിനെ മറന്നു, ദയയെ മറന്നു. ഞാനൊരു ഡോക്ടറായി. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ടും നമ്മുടെ നോവലിൻ്റെ അവസാന ഭാഗവുമായിട്ടും നാളെ വീണ്ടും കണ്ടുമുട്ടുന്നതാണ്. വേറൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കട്ടെ. നമ്മൾ ഇനി ഒരു ദിവസം 2 നോവൽ വെച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയ നോവലിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാവണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ ആക്കിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പുതിയൊരു നോവലിൻ്റെ 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഓരോ എപ്പിസോഡുകൾ വീതം കിട്ടിത്തുടങ്ങും. സമയത്തിനനുസരിച്ച് നമുക്കതിൻ്റെ എപ്പിസോഡിൻ്റെ ദൈർഘ്യം കൂട്ടാവുന്നതാണ്. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.